ഒരു ലേസ് ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളുള്ള മെയിൻ ഉണ്ടാവും ലേസ് വെക്കണം. അത് കിട്ടിയില്ലെങ്കിലോ ഭയങ്കര വാശിയാണ്. നല്ലതല്ല എന്ന് പറഞ്ഞാലും അവർക്കത് വേണം. അതാണ് ഇപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെതൊക്കെ മാറിയല്ലോ. നമുക്ക് പണ്ട് കാലത്ത് വല്ല കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ ഉള്ളു. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് ആശയ പിടിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. എല്ലാ സാധനങ്ങളും മുന്നിലെത്തും. നമുക്ക് അതുപോലെ അല്ലല്ലോ. നമുക്ക് കഞ്ഞിയും ചമ്മന്തിയും ഉള്ളൂ ആദ്യകാലത്ത്. അതേ കിട്ടാറുള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് എൻ്റെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ പോലും ഞാനൊന്നിനും വാശി പിടിക്കില്ല. കിട്ടിയത് നമുക്ക് എന്ത് കൊണ്ടുവരുന്നു അത് കഴിച്ച് അതിൽ തൃപ്തിപ്പെടും. അന്ന് തൊട്ടേ എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകളാണ് ഞാനത് മനസ്സിലാക്കുക. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബുദ്ധിമുട്ട് ഞാൻ വാശി പിടിച്ച ഞാൻ ഒന്നും വാശി പിടിച്ച് ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് അതാരും പഠിപ്പിച്ചിട്ടല്ല. ഞാൻ അങ്ങനെ ഒന്നിനും ഞാൻ വാശി പിടിക്കില്ല. അതുപോലെ അതാരും പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബുദ്ധിമുട്ട് ഞാനത് കണ്ട് മനസ്സിലാക്കും. അവരെന്ത് തരുന്നു അത് മാത്രം അവരെന്ത് തരുന്നു അതിൽ എനിക്ക് വേറൊരു ആഗ്രഹവും ഇല്ല. ഒന്നുമില്ല, ഒരു പെൻസിൽ മേടിച്ചു തന്നാൽ അത് നമുക്ക് ആഗ്രഹമില്ലാതല്ല. മറ്റു കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞാനത് കണ്ട് ഞാൻ വീട്ടിലൊന്ന് ഒരിക്കലും ഞാനൊരു സങ്കടം പറയില്ല. കാരണം അന്ന് തൊട്ടേ ഞാൻ എന്താ അങ്ങനെ ആയെന്നറിയില്ല. കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ പോലും എനിക്ക് അതാണ് ചിന്ത. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ മൂലം ബുദ്ധിമുട്ടിക്കില്ല എന്നായിരുന്നു. അതും കുഞ്ഞുനാളിൽ തൊട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ലേ ഞാൻ തൃപ്തിപ്പെടും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അതിശയിക്കും. കാരണം അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കാണ് അവർ മുൻഗണന കൊടുക്കുക. അവർക്ക് അവരുടെ കാര്യം നടക്കണം, അവരുടെ കാര്യം ഭംഗിയായി നടക്കണം. അല്ലെങ്കിൽ അവരത് വാശി പിടിച്ച് നേടും. അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്വഭാവം. അവർക്ക് അത് വാശി പിടിക്കുന്നത് വേണം. അതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നാളെ വേറെ ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.